ഇന്ന് നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ അടിപൊളി കേക്ക് തയ്യാറാക്കിയാലോ, ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഇതുപോലൊരു പാൻ എടുത്ത് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇനി അതിലേക്ക് 2 സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഹെൽപ്പറായിട്ട് അഫ്നൂനും അടുത്ത് തന്നെ വന്ന് നിൽപ്പുണ്ട്. പഞ്ചസാര പൊടിച്ചതാണ് ഇപ്പം ചേർക്കുന്നത്. 3 സ്പൂണ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂണോളം ഉണ്ടാവും. അത് ഇട്ട് കൊടുത്ത് ഇനി വാനില എസൻസ് അല്പം ഒഴിച്ചു കൊടുക്കുക. ഇത് സൺഫ്ലവർ ഓയിലാണ്. അത് ഏകദേശം ഒരു 1/4 ഗ്ലാസോളം ഒഴിച്ചു. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തു. ഇനി ഒരു 3 സ്പൂണ് പാൽ ഒഴിച്ചു കൊടുത്തു. തിളപ്പിച്ചാറിയ പാലാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാനിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യുക. ഇതായിപ്പോൾ നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് വശമെല്ലാം ഒന്ന് ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും ഇൻസ്റ്റേ കണ്ട ഒരു ഇതാണ്. റെഡി ആവുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ചെയ്ത് നോക്കാം ഓർത്ത് ചെയ്യുവാണ്. ഇനി ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അല്പം ബട്ടറും ഇതുപോലൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി കോൺഫ്ലോറാണ് 2 സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കൊക്കോ പൗഡർ അല്പം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പം കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പേടിച്ച പോലെയൊന്നുമല്ല, നല്ല ഇതായിട്ട് വന്നിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാലും ചേർത്തായിരുന്നു അതിനിടയിൽ ഞാൻ. അങ്ങനെ അത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കേക്കിൻ്റെ മണ്ടയിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി മുകളിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ബദാമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുവാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഇതുണ്ട്, ടേസ്റ്റും ഉണ്ട്. ഒരു പാനിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തില്ലേ, അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.